മൊയ്തീൻ നൈന IRSന്റെ പറഞ്ഞാൽ തീരാത്ത വോളിബോൾ കഥകളുടെ 3-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മൊയ്തീൻ നൈന IRS. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ സ്പോർട്സ് പ്രേമികൾക്കിടയിൽ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. വോളിബോളിൻ്റെ പറഞ്ഞാൽ തീരാത്ത കഥകളുമായി മുൻ ഇൻ്റർനാഷണൽ വോളിബോളർ മൊയ്തീൻ നൈന IRS. ജിമ്മി ജോർജുമായുള്ള സൗഹൃദവും അതിനിടയിലെ വളരെ രസകരമായ പറഞ്ഞാൽ തീരാത്ത കഥകളും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാരസൈക്കോളജി അതുപോലെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചുപോയ ആത്മാക്കളായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മാവൻ, അദ്ദേഹത്തിൻ്റെ അമ്മാവനെ ജിമ്മി തന്നെ വിളിക്കുന്നത്, പപ്പനെ വിളിക്കുന്നത്, അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്താറുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ്, മഹാത്മാഗാന്ധി, പ്രൊഫറ്റ്, ഇവരെയൊക്കെ സോളം ഒത്തിരി ഹൈയിലാണ് നമ്മൾ പുള്ളി പറയും. അപ്പോൾ അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത്രത്തോളം നമ്മൾ കൂടി റിഫൈൻ ചെയ്യണം. അത്രത്തോളം ആ ലെവലിലെത്തി നമുക്ക് സംസാരിക്കാൻ അതെ എന്ന് ജിമ്മി ജോർജ് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാനായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലാണെങ്കിൽ മറ്റുള്ളവരായിട്ടുള്ള പുള്ളി പറയുന്ന വേറെ പ്രത്യേകതയുണ്ട്. പുള്ളിക്ക് പലപ്പോഴും കേരളത്തിൽ നിന്നും ദുബായിലും ഇറ്റലിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിനോട് ഈ ഇവിടെയുള്ള പല താരങ്ങളെയും അവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ആ താരങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരെല്ലാം തെറ്റിദ്ധരിച്ചിട്ട് ജിമ്മി സാറിനെ കുറിച്ച് പത്രങ്ങളിൽ കൂടി കുറച്ച് മോശമായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. വേറൊന്നുമില്ല, കേരള പോലീസിൽ സർക്കാർ ജോലി വാങ്ങി ജിമ്മി വിദേശത്ത് കളിക്കുന്നു അറബികളുടെ ക്ലബുകൾക്ക് വേണ്ടി എന്ന ഒരു ഇത്. പക്ഷെ സത്യത്തിൽ ജിമ്മി ജോർജ് പോയത് പൈസക്കല്ല, പുള്ളി കളിക്കണം, കളികൾ ഉയരണം. അതിന് ഇറ്റലി പോയത്, ദുബായി പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊറിയൻ കോച്ച് കണ്ടെത്തുകയും ഇറ്റലി കൊണ്ടുപോകണം പുള്ളിയുടെ വീണ്ടും കളികൾ മെച്ചപ്പെടുകയും ചെയ്യുന്നത്, വേൾഡ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പം കളിയുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ജിമ്മി ജോർജിന് മെഡിസിന് ടോപ്പ് റാങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അത് ഒഴിവാക്കിയിട്ട് കളിക്കാൻ വേണ്ടി കേരള പോലീസ് ജോയിൻ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറയാറുണ്ട്, ഞാനൊരു ഡോക്ടറായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇത് ഏരിയ ലിമിറ്റഡ് ആണ്. എനിക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അൺലിമിറ്റഡ് ഇതാണ്, എൻ്റെ ടാലൻസ്, അത് എനിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഡോക്ടറായിട്ട് എൻ്റെ എല്ലാ പേപ്പറുകൾക്കും നല്ല ഹൈ ആയിട്ട് സ്കോർ ചെയ്തു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ആ രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം പറയും, ആരെങ്കിലുമൊക്കെ കുറച്ച് പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അവരുടെ സ്വഭാവം നന്നാവാൻ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ. അത് ഒരു സെയിനായിട്ടുള്ള ആളാണ്. എൻ്റെ വീട്ടിൽ 2 പ്രാവശ്യം പുള്ളി വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് ഞങ്ങൾ എല്ലാം ആൺകുട്ടികളാണല്ലോ. ഉമ്മയുടെ അടുത്ത് ചോദിച്ചമ്മ, ഞങ്ങൾ കുറച്ചൊരു ഓർത്തഡോക്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, ഞങ്ങളുടെ അടുക്കളയിൽ വന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഞങ്ങളുടെ 7 മക്കളിൽ ഒരാളായിട്ടാണ് നിങ്ങളെയൊക്കെ കാണുന്നത്, ഒരു വിഷമമില്ല. അങ്ങനെ നമ്മുടെ അടുക്കളയിൽ വന്ന് ഇപ്പോഴും നമ്മുടെ ഈ പെരിയാറിലെ കരിമീൻ ഞങ്ങൾ പിടിച്ച് വെള്ളത്തിലിട്ടിട്ട് ജീവനോട് തന്നെ പുള്ളി പിടിച്ച് അതിനെ പ്രിപ്പയർ ചെയ്ത് സൂപ്പറായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി പോലീസിലെ എല്ലാ പ്ലേയേഴ്സും ഭക്ഷണം കഴിച്ച് പോയിട്ട്. അപ്പം അങ്ങനെ അത്ര വലിയൊരു ഇതാണ്. ഞങ്ങളുടെ ഈ ലാസ്റ്റ് മീറ്റിംഗ് തന്നെ ഒരു വലിയൊരു കോയിൻസിഡൻസ് ആണ്. അതായത് ഇതിൻ്റെ ഇടയിൽ ജിമ്മി ജോർജ് എനിക്ക് കത്തൊക്കെ എഴുതും. ജിമ്മി ജോർജ് എന്തായാലും തിരിച്ച് പോലീസിൽ വരാൻ സാധ്യതയില്ല, അപ്പോൾ ജിമ്മി ഇല്ലാത്തൊരു പോലീസിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പോലീസിൽ സെൻട്രൽ ICSൽ ജോയിൻ ചെയ്യുന്നത്. അതൊക്കെ വലിയ ചരിത്രങ്ങളാണ്, അതൊന്നും ഇപ്പോൾ നീണ്ടു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള പോലീസിന് വേണ്ടി കളിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ആൾ ഇന്ത്യ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കുകയാണ് ഹൈദരാബാദിൽ. അന്നത്തെ ചീഫ് ഗസ്റ്റ് അന്നത്തെ കളക്ടർ ഗോപാൽനാഥൻ, അന്ന് സെൻട്രൽ ICS കളക്ടറാണ്. അപ്പോൾ എന്നെ ബെസ്റ്റ് പ്ലെയറായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഉദയൻ, സിറിൽ, റസാഖ് ഇവരെല്ലാം കളിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് കളിക്കാം. അപ്പോൾ അത് സ്വീകരിക്കാൻ ചെല്ലുമ്പോഴാണ് ഇദ്ദേഹം ആർക്കും ഇൻട്രസ്റ്റ് ജോയിൻ ഇൻ മൈ ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ICS ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ സാർ ഐ എം ഇൻട്രസ്റ്റഡ്. അപ്പോൾ അതിനൊരു വിഷയം എന്ന് വെച്ചാൽ പോലീസ് ഗെയിംസ് ഇത്രയും നന്നായി കളി ജയിച്ചിട്ടും
എൻ്റെ പ്രൊമോഷന് അവിടുത്തെ DGP ആയിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസിനെ എന്നെ അല്ലാതെ ഒരു ആ ഒരു ഫൈറ്റ് സ്പിരിറ്റിലാണ് പോലീസ് റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. കെ കരുണാകരന് സ്പെഷ്യൽ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോലീസിൽ പോണത്. അങ്ങനെ അദ്ദേഹം അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. പോലീസിൽ 9 മാസമായിട്ട് DGP എന്നെ വിടില്ല. അങ്ങനെ പത്രത്തിലൊക്കെ ചില വാർത്തകളൊക്കെ വന്നു. കേരള പോലീസിൻ്റെ DGP ഔദ്യോഗിക ഒഫീഷ്യൽ കപ്പാസിറ്റി മിസ്യൂസ് ചെയ്യുന്നു, അങ്ങനെ വാർത്തകളൊക്കെ വന്നു. എന്തായാലും ശരി, കെ കരുണാകരന് അതിൻ്റെ സ്പെഷ്യൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. അന്നത്തെ ഹോം സെക്രട്ടറി ദണ്ഡപാണിയാണ് അത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതൊക്കെ, IAS. അങ്ങനെ നമ്മൾ ജിമ്മി ജോർജ് ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതും ഒരു വിഷയമായി. പിന്നെ പ്രൊമോഷൻ്റെ ഇതിനകത്ത് വന്നപ്പോഴും ചെറിയ എൻ്റെ സീനിയോറിറ്റി വിഷയങ്ങൾ. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് ഈ ഗോപാൽനാഥൻ ഓഫർ ചെയ്ത ഇൻസ്പെക്ടറായിട്ട് ഹൈദരാബാദിൽ ജോയിൻ ചെയ്യണം. അവിടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ടീമുണ്ടാക്കി തിരുവനന്തപുരത്ത് പാലയിൽ കേരളത്തിൽ വരുന്നു. പാലയിൽ കേരള പോലീസായിട്ട് ഉദയൻ സിറിൽ റസാഖുള്ള ടീമായിട്ട് ഞങ്ങൾ കളിക്കുന്നു. ഞാൻ ആന്ധ്ര ഹൈദരാബാദ് സൺറൈസിൻ്റെ ക്യാപ്റ്റൻ. ഞങ്ങൾ 4 സെറ്റിന് കേരള പോലീസിനെ തോൽപ്പിക്കുകയാണ്. ആ ട്രോഫി എന്ന് പറഞ്ഞാൽ അതേ ട്രോഫിയാണ് നാഷണൽസിൻ്റെയും ട്രോഫി. മണ്ണർക്കാട് മൈക്കിൾ ജോസഫ് സ്പോൺസർ ചെയ്ത ആ സിൽവർ ട്രോഫിയാണ് നാഷണൽസിനുള്ളത്. അതിൻ്റെ സെയിം അച്ചിലുണ്ടാക്കിയതാണ് മണ്ണർക്കാട് മൈക്കിൾ ജോസഫ് ട്രോഫി. അപ്പോൾ ആ ട്രോഫിയാണ് ഇന്ത്യയിലെ റാങ്കിങ് നമ്പർ 1 ആൾ ഇന്ത്യയിലുള്ളത്. അതൊന്നും കേരള പോലീസിൻ്റെ DGPയുടെ ഷെൽഫിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം. ഈ ട്രോഫി നമ്മൾ ആന്ധ്രയ്ക്ക് കൊണ്ടുപോയത്. അപ്പോൾ അത് ആന്ധ്രക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് ആന്ധ്ര നായകനായി കേരള മണ്ണിൽ ഒരു വാർത്തയുണ്ട്. അപ്പോൾ അതിലും വലിയ നീണ്ട പ്രോസസ്സാണത്. ഈ പോലീസിന് തന്നെ വിടാത്തതും എനിക്ക് എവറി 3 മന്ത്സിൽ 3 മാസമാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ കാലാവധി. അത് വീണ്ടും റിന്യൂ ചെയ്യാണ് ഗോപാൽനാഥൻ എനിക്ക് വേണ്ടിയിട്ട്. ഇവരും വലിയ ഫൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഗോപാൽനാഥൻ പറഞ്ഞു we won what you want ചെയ്യണം. അപ്പോൾ നമ്മൾ 2-3 പ്ലേയേഴ്സിനെ കൂടി സാർ അപ്പോയിൻറ്റ് ചെയ്യണം. അതിനൊന്നും സ്റ്റേറ്റ് ലെവൽ പ്ലേയേഴ്സിനെ എല്ലാം നാഷണൽ പ്ലേയേഴ്സൊന്നും അല്ല. അങ്ങനെയാണ് നമ്മുടെ ടീം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാപ്റ്റനായിട്ട് നമ്മൾ കേരളത്തിൽ വരികയും എല്ലാ ടീമിലും ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. സ്റ്റാർ വാലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ ഇൻ്റർനാഷണൽ പ്ലെയർ ഉള്ളൂ. പക്ഷേ ആന്ധ്രയുടെ മോഡേൺ ടെക്നിക്ക് വെങ്കട്ട് നായർ എന്ന് പറയുന്ന ഒരു വണ്ടർ ബോയ് ഉണ്ട് സെറ്റിങ്ങിൽ. അത് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായൊരു, പക്ഷേ 5 അടി 4 ഇഞ്ച് ഉള്ളൂ ഹൈറ്റ്. മനസ്സിലാക്കണം, ഇന്ന് എല്ലാവരും പറയും വോളിബോൾ ഹൈറ്റിൽ കളിക്കാൻ പറ്റില്ല. ഇത് ഇന്ത്യൻ വോളിബോളിലെ വണ്ടർ ബോയ് ആണ് നമ്മുടെ റഷ്യൻ കോച്ച് അലക്സാണ്ടർ ജയച്ചെങ്കോ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റിലേക്ക് എത്രയോ ഓവർകം ചെയ്തിട്ടാണ് ബുദ്ധിയും സ്കില്ലും. അപ്പോൾ ഞങ്ങളങ്ങനെ പോലീസിനെ തോൽപ്പിക്കുന്നു. ആ ട്രോഫി ഞങ്ങൾ ബുക്ക് ചെയ്ത് ട്രെയിനിൽ ഹൈദരാബാദിൽ കൊണ്ടുപോകുന്നു. അവിടെ വലിയ ഇതുപോലെ ഷോക്കേസ് ഉണ്ടാക്കി അവിടെ പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ്. അതിന് പോകുന്നതോടൊക്കെ നമ്മൾ ചരിത്രം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ള മറ്റൊരു വശം. അപ്പോൾ നമ്മൾ ജിമ്മി ജോർജിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 87, അപ്പോൾ ഞാനങ്ങനെ 87 പോലീസ് റിസൈൻ ചെയ്ത് ഹൈദരാബാദിൽ ജോയിൻ ചെയ്യുന്നു. ഞാൻ മിക്കവാറും ഒരു 3-4 മാസം കൂടെ നാട്ടിൽ വരും. തിരിച്ചു പോകുമ്പോൾ ചെന്നൈ മെയിലിൽ മദ്രാസ് മെയിൽ ട്രെയിനിൽ ഞാൻ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുമ്പോൾ നൈന എന്ന് പറഞ്ഞൊരു വിളിയാണ്. അപ്പോൾ മാംഗ്ലൂർ മെയിലിൽ ജിമ്മി ജോർജ് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ്ടിരിക്കണം. ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഓടിച്ചു ചെല്ലുമ്പോൾ പുള്ളി ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ പെട്ടി പ്രമാണമൊക്കെ ഇരിക്കുകയാണ്. ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ വേഗം ഓടി, കുറേ നാളല്ല ഞങ്ങൾ കണ്ടിട്ട്, ഓടിച്ചു നിന്ന് ട്രെയിനകത്ത് കയറി. അപ്പോൾ എന്നോട് പറഞ്ഞ പണി എൻ്റെ പെട്ടി ഇതൊക്കെ നോക്കിയോ, ഞാൻ ഒന്ന് ഷേവ് ചെയ്യട്ടെ. അപ്പോൾ ട്രെയിനിൽ തന്നെ ക്ലാസ്സിൽ പോയിട്ട് പുള്ളി ഷേവ് ചെയ്യുമ്പോൾ ഞാൻ ഈ പെട്ടിയെല്ലാം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇരിക്കുമ്പോഴുണ്ട് എന്നോട് പറഞ്ഞു, എടാ എൻ്റെ ബാഗ് കാണില്ലോ എന്ന് പറയും. ഒരു ചെറിയ ഹാൻഡ് ബാഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അതെവിടെ വെച്ചേക്കാണ്? എടാ ഞാൻ ജസ്റ്റ് ഈ എൻട്രൻസിൻ്റെ അടുത്ത് എന്നോട് വെച്ചേക്കായിരുന്നു, അതിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടാണ് ഷേവൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് നീ പുറത്തേക്ക് നോക്കിയാൽ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ട്രെയിൻ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞിട്ട് തന്നെ ഈ ബഗേഴ്സിലല്ല. ബഗേഴ്സ് എന്ന് പറയാൻ പാടില്ല, പുള്ളി അതൊന്നും ഇരിക്കാൻ അംഗീകരിക്കാത്തതാണ്. അങ്ങനെ ആൾ ഈ ബാഗ് എടുത്ത് പോയി. ഞാൻ ഓടിപ്പോയി പിടിച്ച് അയാളെ കൂട്ടി കൊണ്ടുവന്നു. അപ്പോൾ വേഗം ഞാൻ നല്ല ദേഷ്യത്തിൽ സംസാരിച്ചു, വേണ്ട അതൊന്നും വേണ്ട, പാവം അയാൾക്ക് പൈസ ഇല്ലാന്നിട്ടില്ല. വേഗം പുള്ളി ഒരു 50 രൂപ എടുത്ത് ഈ കഷിക്ക് കൊടുക്കുക. ഇങ്ങനത്തെ പല അനുഭവങ്ങളുണ്ട്. ഈ ഞങ്ങൾ ബിലായി നാഷണൽസിന് ജിമ്മി ജോർജ് ഉണ്ടാവും. ഇറ്റ് വാസ് ഇൻ 85 or 86. രാവിലെ അതിരാവിലെ ഞങ്ങളെപ്പോഴും ഒരു റൂമിലുണ്ടാവും. എഴുന്നേറ്റ്
എവിടെ പോയി കഴിഞ്ഞാൽ ആ പ്രദേശത്തിനെ കുറിച്ച് പുള്ളി ആദ്യം ഏത് സ്ഥലമാണ്, ഇന്ത്യ അല്ലെങ്കിൽ വിദേശമാണ് പുള്ളി പറയാം. ഞാനും അങ്ങനെയൊക്കെ തന്നെ, അതിൽ നിന്ന് ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടക്കും, നല്ല തണുപ്പാണ് ഭോപ്പാലിൽ. അപ്പോൾ ഒരു മാർക്കറ്റ് ഏരിയയിൽ ഒരു കൂന പോലെ, ഒരു ചാക്കിൻ്റെ കൂന വലിപ്പിക്കാം. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ അത് ചോദിച്ചാൽ മനുഷ്യനാവാണ്ട് ചെറിയ അനക്കം കണ്ടിരുന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞു. ഞാനിങ്ങോട്ട് നോക്കുമ്പോൾ അവരെന്നെ പറയാത്ത തെളിയില്ല ഈ സ്ത്രീ. കാരണം അതികഠിനമായ തണുപ്പില് അത് ചാക്കും കമ്പിളിയൊക്കെ ഇട്ട് മൂടി അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാണ് പാവം. അപ്പൊ ഞാൻ പറഞ്ഞ സാധനം രാവിലെ തന്നെ ഇവരുടെ വായിലേക്ക് എടുത്തേറി. അതിന് വേറെ പണിയുണ്ട്. പുലി പറഞ്ഞ 10 രൂപ, 10 രൂപ വലിയ കാര്യമാണ്. എടുത്തിട്ട് പറഞ്ഞേ ഇത് നീ കൊണ്ട് കൊടുക്കണം പറഞ്ഞു. ഈ തെറി ഒന്നും കൂടി പറയണം എന്ന് പറയണേ. ഞാനെങ്ങനെ ഇതുകൊണ്ട് ചെയ്ത് പറഞ്ഞ് ദാദാജി ഓർ എക് ബാർ ആപ് ഗാലി ബോലാത്തോ മേ 10 രൂപ തരേക്ക്. അപ്പൊ 10 രൂപ കിട്ടുന്ന 10 പൈസ ആയിരിക്കും ഏറ്റവും വലിയതായിട്ട് ആൾക്കാർ കൊടുക്കണം. അപ്പം നോക്കിയപ്പോൾ ഗാലി മേനെ പോലെ. അപ്പൊ ഗാലി വിനയും പോലത്തോ പൈസ ചെയ്തിരിക്കും. അപ്പൊ എന്നോട് പുള്ളി പറയുന്നത് പൈസ അത് പറഞ്ഞാലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കണം. അപ്പൊ അവര് പറയൂല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി മേലാൽ എങ്ങനെ തരുന്നത് പറയുന്നത് കൊടുക്കണം. ഇതേ അവസ്ഥ കേരള പോലീസിന്റെ ബസ് ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾ പയ്യന്നൂർ കളിയും കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. അപ്പോൾ ബസ് വലിയ നീളമുള്ള ബസ്സാണ് പോലീസിന്റെ ബസ് എന്ന് പറഞ്ഞാൽ നീല ബസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡീലക്സ് ബസ്സാണ്. DGP കേരളത്തിന്റെ സ്പോർട്സ് ടീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അടിപൊളിയാണ്. പുഷ്പൊക്കെ ആയിട്ട് അടിയിൽ മാത്രമേ പോലീസിനെ എഴുതിയിട്ടുള്ളൂ. അതായത് ഈ പോലീസിനെ എടുത്തേക്കണം തന്നെ DGP അത് പറയാണ്ടിരിക്കണത് ശരിയല്ല. ജനങ്ങൾ എന്തിനാണ് ഒരു മീറ്റിംഗ് വിളിച്ചു പോയി DGP MK ജോസഫ്, എന്തിനാണ് നിങ്ങളൊക്കെ സ്പോർട്സ്മാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന അറിയാവുന്നിരിക്കണം. അത് പറയാണ് ഓരോരുത്തർ പറഞ്ഞ് നല്ല വിൻ ചെയ്യണം, പോലീസിന് പേരുണ്ടാക്കണം. ഓക്കെ, അതല്ല, ജനങ്ങളും പോലീസും തമ്മിലുള്ള അകലം ഉറക്കുക എന്നതാണ്. കാരണം സ്പോർട്സ്മാനാകുമ്പോൾ പോലീസിനോട് പ്രത്യേക ഒരു താല്പര്യം, അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ അതുകൊണ്ടാണ് ഈ പോലീസിന് ചെറുതായിട്ട് തിരിച്ചത്. ഈ നീല ബസ്സൊക്കെ ഒഴിവാക്കിയതിൻ്റെ കാരണം അതാണ്, ജനകീയനാക്കിയാണ് പോലീസ്. അപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി നീളമുള്ള വണ്ടി അത് റിവേഴ്സ് ക്രൈം കൊണ്ടുവരുമ്പോൾ ഒരു കുഷ്ഠരോഗിയായിട്ടുള്ള പ്രസിയായിട്ടുള്ളൊരു മനുഷ്യൻ അവിടെ ഇങ്ങനെ സൈഡിലേക്ക് കയറും. ഈ 2 പ്രാവശ്യം ഓൺ അടിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറയാതെ തെറിയില്ല. അത് നമ്മൾ കേട്ട് ഭരണിക്ക് പോലും കേൾക്കാത്തത്ര തെറിയ കേൾക്കണത്. അപ്പൊ ജിബി എന്നോട് പറയുന്നത് 10 രൂപ കൊടുത്തത് ഇത് കൊണ്ടോ ഇനി കൊടുക്കണം. ഞാൻ പറഞ്ഞ ഇനി തെറിയാക്കാനാണ്, കുഴപ്പമില്ല, എന്ത് ചെയ്യും നമ്മളല്ലേടാ, അവരെന്ത് വേണമെങ്കിൽ പറയട്ടെ. ഞാൻ വീണ്ടും ചെല്ലേണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ തെരുവൊന്നും ആവർത്തിക്കും, എന്തായാലും 10 രൂപ തരുള്ളൂ. അയാൾക്ക് 10 രൂപ വിടാനും പറ്റൂല, തെറി പറയാനും പറ്റൂല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റ് സ്റ്റെപ്പാണ്. മനസ്സിലായില്ലേ? മനുഷ്യനെ എങ്ങനെ അത് വളരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നെവർ എൻഡിങ് എക്സ്പീരിയൻസ് ആണ് ജിബി ഒറിജിനായിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ 87 ഞങ്ങൾ ഈ ട്രെയിനിൽ വെച്ച് ഇങ്ങനെ കാണുകയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടൽ എല്ലാം പെണ്ണയുടെ പേരൊക്കെ മറന്നു ചെയ്തിട്ടുണ്ട്. ഫേമസ് ഹോട്ടലാണ്. അതിൽ റൂം നമ്പർ 6 ആണ്. റൂം നമ്പർ 7 നദിയ മൊയ്തു താമസിക്കുകയാണ്. ഈ നദിയ മൊയ്തുവിൻ്റെ ഫാദറും ജിമ്മിയുമായിട്ട് നല്ല അടുപ്പമാണ്. അവിടെ വെച്ച് ജിമ്മി ജോർജ് പല കാര്യങ്ങളും എന്നോട് പറയാം. ഞാൻ തിരിച്ച് പോലീസിലേക്ക് വരാൻ താല്പര്യമില്ല. ഞാൻ വരികയാണെങ്കിൽ നമ്മുടെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത്, നോൺ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള യൂത്ത്, അൺഎംപ്ലോയിഡ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള യൂത്ത്, ഇവർക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റിയ രീതിയിലൊരു സംരംഭം. അതിൽ പുള്ളി അന്ന് പറഞ്ഞത് നമ്മുടെ പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ എസൻസ് എടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പുള്ളിയുടെ ജീവിതത്തിലെ ആഗ്രഹം വരികയാണെങ്കിൽ. പക്ഷെ പുള്ളി പറയുന്നത് ഞാൻ തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. നിന്നെ എന്തായാലും ഒന്ന് ഞാൻ ഇറ്റലി കൊണ്ടുപോയി അവിടെ കൊണ്ട് കുറച്ച് കളിപ്പിച്ചിട്ടൊക്കെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് യാത്ര, അവസാന മീറ്റിംഗ്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, നീ എൻ്റെ ഗസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ജിമ്മി ജോർജിൻ്റെ ഫാമിലി എല്ലാവരും, ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് 5 ബോബി ജോർജിൻ്റെ അക്കാദമിക്ക് പോയിരുന്നു. ബോബിയുടെ അക്കാദമിയിലൊക്കെ പോയിരുന്നു. അവരായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പോൾ. ഒരുപാട് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഇതൊക്കെ. ഇവരുടെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോകാം.
ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് ആരാധകരൊക്കെ ജിമ്മിക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, സ്പോർട്സ്മാരാണ്. അവരെപ്പോഴും അമേരിക്കൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നവരാണ്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കും. ഒരു കാരണവശാലും അവരുടെ പൈസ മറ്റുള്ള ആൾക്കൊണ്ട് കൊടുപ്പിക്കാനോ മറ്റുള്ളവരുടെ പൈസ ആവശ്യമില്ലാതെ അവർ പേ ചെയ്യാതെ തയ്യാറാണ്. ഇത് ഇന്നുകൊണ്ട് അന്നുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു വളരെ അതിൻ്റെ കൂടി ഒരു കാര്യം പറയണ്ട. ഇത് ഞങ്ങൾ തലശ്ശേരിയിൽ സ്റ്റേറ്റ് ആവശ്യത്തിന് കിടക്കുമ്പോൾ അവിടെ താമസിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളും ഭക്ഷണം കഴിക്കും. രാത്രി പുള്ളി പേയ്മെൻറ്റ് നടത്തും. രാത്രി ആകുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഞാനാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അതിൻ്റെ ബാലൻസ് എമൗണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ സെറ്റിൽ ചെയ്യും. യെസ്, ഇത്ര പൈസ നിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞ് എനിക്ക് തരും. അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ചോദിക്കും. ഒരു ദിവസം രാത്രി 50 പൈസ പുള്ളിയായിട്ട് ഉറക്കത്തിൽ വിളിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് വെച്ച്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ മനസ്സിലായി ആദ്യത്തെ ഉറക്കം പോയാൽ പിന്നെ ഭയങ്കര പാടാണ്. ഇപ്പോഴാണ് ഈ പൈസ തന്നെ ചോദിച്ചു. ഞാൻ ഇത് ഇത്തിരി ഇതായി അത്ര ഇഷ്ടമല്ലാത്ത രീതി പുള്ളി വേണ്ടിയില്ലാട്ടോ. പിറ്റേ ദിവസം ആയിട്ട് നീ എന്തെങ്കിലും ദേഷ്യപ്പെടാൻ കാരണം എനിക്കൊരു പ്രിൻസിപ്പിളുണ്ട്. ഒരു കാരണവശാലും ഒരാളുടെയും പൈസ എൻ്റെ കയ്യിൽ വരാൻ പാടില്ല. ഞാൻ അറിഞ്ഞു അതുണ്ടെങ്കിൽ അന്ന് എന്നെ കൊടുത്തിട്ട് തീർത്തിക്കണം. ആ ഒരു പ്രിൻസിപ്പിൾ പോണ ആളാണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലതാണ്. അപ്പോൾ 87 ഞങ്ങൾ ആ ട്രെയിനിൽ കാണുന്നു ഹോട്ടൽ അറ്റ്ലാന്റിക് അവിടെ ചെന്നൈയിൽ. അതിലാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. ഞാൻ ഗസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. ആ പോക്കാണ് 87 തന്നെ നവംബറിൽ പുള്ളി മരിച്ചതായിട്ട്. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇതായിരുന്നു. ഞാൻ ജിമ്മി ജോർജ് അല്ല, ജിമ്മി കോണേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു നോർമൽ ഇതൊക്കെ വരെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കന്ന് ഞങ്ങൾ സെമി ഫൈനൽ കളിക്കുന്ന ദിവസം നാഷണൽസ്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ കൊണ്ട് എന്നൊന്ന് കളിക്കേണ്ടതെന്ന് പറയുന്നു ജിമ്മി ജോർജിന് വേണ്ടി ആ ഇത് ഡെഡിക്കേറ്റ് ചെയ്തു.